നല്ല വിശേഷം. എയറിലല്ലേ ആണ് അല്ല നമ്മൾ എന്താണ് എയറിലാക്കിയതല്ലേ നമ്മൾ വൈറലാക്കിയത് ആരാ ആക്കിയത് ആക്കിയതുകൊണ്ടല്ലേ ആയത്. സംഭവം കൊള്ളാം. ആദ്യത്തെ ഒരു ചെറിയൊരു വിഷമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കൊള്ളാം, നല്ലതാ. അതെ, സന്തോഷം മാത്രം. ഇപ്പം എല്ലാവരും അറിഞ്ഞല്ലോ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന്. ഇല്ലെങ്കിൽ അറിയോ? ഞാനിപ്പോൾ ഇത്ര 24ാമത്തെ സീരിയലാണ് ചെയ്യുന്നത്. എന്നാലും എന്നെ കുറച്ച് പേർക്കേ അറിയുള്ളൂ, ഒരുപാട് പേർക്കൊന്നും എന്നെ അറിയില്ല. കാരണം ആ ക്യാരക്ടറും എന്നെ നേരിട്ട് കണ്ടാലും ഒരുപാട് വ്യത്യാസമാണ്. ലൊക്കേഷനിൽ പോയാൽ തന്നെ അവിടെ ഇല്ലവരെന്നെ പറയും, ഫോട്ടോ കാണിക്കുമ്പോൾ അയ്യോ ഇത് എങ്ങനെ മനസ്സിലാവില്ല എന്ന് തന്നെ പറയും. ശരിയാ, എന്നെ ആയിരിക്കും തിരിച്ചറിയാൻ പാടാ. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ. ഇല്ല, അയ്യോ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇല്ല, ഇത് ഇങ്ങനെ എയറിൽ കയറിയത് ഫസ്റ്റ് കല്യാണമായിരിക്കും. ഇതുവരെ ആരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഏട്ടിന് കൊടുക്കാം. ആ താടി അല്ലേ അല്ലേ താടിയിലുണ്ടല്ലേ. ഓ ഇല്ല, ഏട്ടന് അങ്ങനെ 1-2 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും എത്തിയതുകൊണ്ട് സന്തോഷം. നല്ല സപ്പോർട്ടാ. എങ്ങനെ കമന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലതല്ലേ, നല്ലത് മാത്രമേ പറയുള്ളൂ. അതിൽ കുറച്ച് ആൾക്കാർ എന്തോ അവർക്ക് വിഷമം കൊണ്ടായിരിക്കും, സങ്കടം കൊണ്ട് ഉണ്ടാവൂല ഇങ്ങനെയൊക്കെ പറ്റാത്തതും, അങ്ങനെയൊക്കെ സങ്കടം ഉണ്ടാവില്ല, ചെറിയ നഷ്ടബോധങ്ങളും. എല്ലാം അയ്യോ ഞാനങ്ങനെ നോക്കൂല. എൻ്റെ കൂടെ ആദ്യം ഇല്ലതാ ഇപ്പം തന്നെ കണ്ടില്ലേ വീർത്ത് വരുവാണ് കടല പറഞ്ഞ പോലെ വെള്ളത്തിലിട്ട് കുതിർന്ന പോലെ. കുറച്ച് അത് ഞാൻ 1-2 നോക്കും. നല്ലതാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. മോശം കണ്ട പിന്നെ ഞാൻ ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ വായിക്കാൻ നോക്കുമ്പോൾ അത് മോശം കണ്ട അപ്പം ഞാൻ പിന്നെ വായിക്കൂല. ഫസ്റ്റ് അല്ല, ഇപ്പം ഇല്ല. പിന്നെ എനിക്ക് വീടായി, മേലെ ബംഗ്ലാവ് ഉണ്ട്, കണ്ണൂർ വീടായി ഏട്ടൻ്റെ വക, പിന്നെ ഏട്ടൻ്റെ അപ്പയുടെ വക ശ്രീകണ്ഠേശ്വരത്ത് വീടായി. എല്ലാം സന്തോഷമുണ്ട്. അവരോടെന്താ അല്ല, അവര് നെഗറ്റീവ് വിടുമ്പോൾ അതിന് പ്രതികരിക്കാൻ കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ. എല്ലാവർക്കും നന്ദി മാത്രം, സന്തോഷം. വീടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്തു തന്ന വീടല്ല കേട്ടാ, വല്ലോരെയും വീടാ. അത് കണ്ടായിരുന്നാ എൻ്റെ വീട്? കണ്ടില്ല, ആരും കണ്ടില്ല. പിന്നെ ഇതിനിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ണൂർ നയന ജഗ്ഗു സന്ധ്യയുടെ വീടിൻ്റെ നമ്മൾ പാല് കാച്ചലെന്നാണ് പറയാം, വീട്ടിൽ കയറുന്നതിന്. അതിന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആരോ എടുത്തിട്ട് ദിവ്യയുടെ വീട് കഷ്ടപ്പെട്ടെടുത്ത വീട് എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും ഒന്നും കൂടി അവരെടുത്തിട്ട് ഇതാണ് ക്രിസ് ഒരുക്കിയ വീട് എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം വന്നു. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് വീടൊന്നും ആയില്ല കേട്ടോ, വീടൊന്നും ആയില്ല. ഓ എന്താ ഇല്ല, എനിക്ക് ദേഷ്യം വരുന്നു സത്യം പറഞ്ഞാൽ. എന്തിനാണ് ഈ നുണ പറഞ്ഞ് ആൾക്കാരെ എന്താ നമുക്കില്ലതില്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സാമ്പത്തികം ഇല്ല എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീടുണ്ടെങ്കിൽ തന്നെ പണിയെടുക്കാണ്ടായിരിക്കും ജീവിക്കാനൊന്നും പറ്റൂലല്ലോ. പൈസക്ക് പൈസ തന്നെ വേണ്ടേ. ബംഗ്ലാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ബംഗ്ലാവ് ഉള്ളവർ എത്ര കഷ്ടപ്പെടുന്നുണ്ടോ പറയാം, അടുത്തെങ്ങനെയാന്ന് അല്ലേ. നമുക്ക് എന്തുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. വീടുണ്ട്, 2 വീടുണ്ട്, 3 വീടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് വീടായിട്ടൊന്നുമില്ല. വീടുണ്ട്, ഏട്ടന് വീടുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. പക്ഷെ ക്രിസ് എനിക്ക് സമ്മാനിച്ച വീട് എടുക്കണത്രേ, എടുത്തിട്ടില്ല. അത് പതുക്കെ എടുക്കും. ജീവിക്കാൻ തുടങ്ങിയാലല്ലേ എങ്ങനെ പോകുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഏട്ടൻ എൻ്റെ കൂടെ കണ്ടായില്ല, ഇല്ല. ഏട്ടൻ വർക്കിന് പോയി, പത്തനംതിട്ട ചെയ്യാൻ പോയി. ഞാനിവിടെ വന്നു. ഇന്നലെ ഏട്ടന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ പോവും. ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിച്ചു. ഇപ്പോൾ കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത്. പക്ഷെ അന്ന് കുറച്ചും കൂടി സമയം സംസാരിക്കാൻ കിട്ടിയായിരുന്നു, ഇപ്പം അതും കിട്ടുന്നില്ല. കഴിഞ്ഞ സിനിമ ഇതൊന്ന് കാട്ട്, കിളിക്കാറ്റ്.
അത് റിജു സാർ ഡയറക്ടർ. സാറിൻ്റെ കൂടെ ഒരുപാട് ഇതൊന്നും സീരിയലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്ത സീരിയലൊക്കെ എന്നാൽ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. നല്ല സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു മൂവിയിലൊരു ഭാഗമാകാൻ പറ്റിയാലും സന്തോഷം. ചെറിയൊരു മൂവിയാണ് എന്നാലും അല്ലേ, അതൊരു വൻ വിജയമാകട്ടെ, അവാർഡുകളൊക്കെ കിട്ടട്ടെ പടത്തിന്. ഓക്കെ, താങ്ക് യു.